ടോക്സിക് റിലേഷൻഷിപ്പും അതുണ്ടാക്കുന്ന പ്രതിബന്ധങ്ങളും നമ്മുടെ ചുറ്റുപാടും അല്ലാതെ സിനിമകളിലൂടെ നമ്മൾ പലപ്പോഴും കാണാൻ ഇടയായിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ കഥ കാണിച്ചു തരികയാണ് രാഹുൽ രവീന്ദ്രന്റെ സംവിധാനത്തിൽ വന്ന ദി ഗേൾഫ്രണ്ട്. കുട്ടിക്കാലത്തെ അമ്മ നഷ്ടപ്പെട്ട് അച്ഛനാൽ വളർത്തപ്പെട്ട ഭൂമ അച്ഛൻ വളർത്തിയത് കൊണ്ട് വഷളാക്കപ്പെട്ടു എന്ന സിനിമാ ക്ലീശ ഒഴിവാക്കി പഠനം മാത്രം മുമ്പിൽ കണ്ട് ആരോടും അധികം സംസാരിക്കാതെ ബുക്കുകൾ വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു 22 വയസ്സുകാരി. നേരെ മറിച്ച് വിക്രത്തിലേക്ക് വരികയാണെങ്കിൽ അച്ഛൻ നഷ്ടപ്പെട്ടുവെങ്കിലും അച്ഛൻ ചെയ്തിരുന്ന കാര്യങ്ങൾ അഭിമാനത്തോടെ ഓർക്കുന്ന, ഒന്നിനെയും ഭയമില്ലാത്ത ഹാൻസം കൂൾ ബോയ് എന്ന് മറ്റുള്ളവരിൽ നിന്ന് വിശേഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവ്. വിക്രം ഒരു പെൺകുട്ടിയെ ഗേൾഫ്രണ്ട് ആക്കുകയാണെങ്കിൽ അത് അവൻ്റെ അമ്മയെപ്പോലെ അവനെ കെയർ ചെയ്യുന്ന പെൺകുട്ടി ആയിരിക്കണമെന്ന് അവന് നിർബന്ധമാണ്. ഭൂമിയുടെ പ്രവൃത്തികളിൽ, സ്വഭാവത്തിൽ അവൻ്റെ അമ്മയാണ് കണ്ടത് എന്ന് പറഞ്ഞ് അവർ ഇരുവരും ഇഷ്ടത്തിലാവുകയാണ്. വളരെ കെയറിംഗ് ആയിട്ടുള്ള സ്വഭാവമാണ് വിക്രത്തിൻ്റെത്. പക്ഷേ ഒരു നിമിഷം കഴിയുമ്പോൾ അത് ഓവർ കെയറിംഗ് അല്ലേ എന്ന് കണ്ടു നിൽക്കുന്ന പ്രേക്ഷകർക്ക് തോന്നും. ഭൂമ ഇഷ്ടപ്പെട്ടിരുന്ന അവളുടെ ഡ്രാമ, അതിൽ അവൾ ചെയ്ത പെർഫോമൻസ് അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിന് പകരം അവളെ കുറ്റപ്പെടുത്തുകയാണ് വിക്രം ചെയ്യുന്നത്. തൻ്റെ മെയിൽ ബെസ്റ്റ് ഫ്രണ്ടിനെ ബ്ലോക്ക് ചെയ്യാൻ പോലും ഭൂമയോട് വിക്രം ആവശ്യപ്പെടാൻ തുടങ്ങി. പക്ഷേ അതൊക്കെ അവളുടെ നല്ലതിന് വേണ്ടിയാണെന്നും നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നതെന്നും ഭൂമയെ പറഞ്ഞ് മയക്കാൻ വിക്രത്തിന് എപ്പോഴും സാധിക്കുമായിരുന്നു. വിക്രത്തിന്റെ അമ്മയാണ് സിനിമയിലുള്ള മറ്റൊരു പ്രധാന കഥാപാത്രം. ഒരു വാക്ക് പോലും സംസാരിക്കാതെ തല താഴ്ത്തി പിടിച്ച് തൻ്റെ മകൻ പറയുന്നത് എല്ലാം തലയാട്ടി വിടാൻ മാത്രം അറിയാവുന്ന വീട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു സ്ത്രീ. ഭൂമ വിക്രത്തിന്റെ അമ്മയെ പരിചയപ്പെടുന്ന ഒരു രംഗമുണ്ട്. സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് സീനിൽ ഒന്നാണ് അത്. അമ്മയുടെ കുട്ടിക്കാല ഫോട്ടോസ് കണ്ട് പണ്ട് ഇങ്ങനെ സന്തോഷിച്ചു നിന്ന നിങ്ങൾ എന്താ ഇപ്പോൾ ഇങ്ങനെ ആയതെന്ന് ചോദ്യം അമ്മയോട് ചോദിക്കാൻ ഉതിരുമ്പോൾ ഭൂമ കണ്ണാടിയിലേക്ക് നോക്കുന്നു. അവിടെ അവൾ കണ്ടത് അവൻ്റെ അമ്മയല്ല, പകരം ഭാവിയിലുള്ള അവളെ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു ജീവിതം. തിരിച്ചുള്ള യാത്രയിൽ വിക്രത്തോട് അവളുടെ പഠനത്തെപ്പറ്റി ചോദിക്കുമ്പോൾ വിക്രം പറയുന്ന ഒരു മറുപടിയുണ്ട്. നിന്റെ ഇഷ്ടത്തിന് ജോലി ചെയ്തോളൂ, പക്ഷേ എത്ര കാലം ചെയ്യും? അമ്മയ്ക്കാണെങ്കിലോ വയസ്സായി വരികയാണ്. അമ്മയുണ്ടാക്കുന്ന ഭക്ഷണത്തിന് പണ്ടത്തെ പോലെ രുചിയുമില്ല. നീ ഇതൊക്കെ ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്താ അല്ലേ? ഭൂമയ്ക്ക് തിരിച്ചറിവിന്റെ നിമിഷങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. വിക്രത്തിന് വേണ്ടി അച്ഛനെ വരെ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം ഭൂമയ്ക്ക് ഉണ്ടാവുകയാണ്. ദുഃഖത്തിലായിരുന്ന അവളോട് പഠനം ഉപേക്ഷിക്കൂ, വീട്ടിൽ എൻ്റെ അമ്മയോടൊപ്പം നിൽക്കൂ എന്ന് വിക്രം ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇത്രയും കാലം താൻ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന സംശയം വിക്രത്തിനോട് ഭൂമ പറയുകയാണ്. ബ്രേക്കപ്പ് പറഞ്ഞ ഭൂമയോട് വിക്രം തൻ്റെ അമർഷം മുഴുവൻ കാണിക്കാൻ തുടങ്ങുന്നു. അവർ ഇരുവരുടെയും സ്വകാര്യ നിമിഷങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമെന്നും നിന്റെ ജീവിതം മുഴുവനായി ഇതിലൂടെ നശിപ്പിക്കുമെന്നും വിക്രം ഭീഷണിപ്പെടുത്തുന്നു. ഭൂമയെപ്പറ്റി മോശമായ കാര്യങ്ങൾ അവളുടെ ഹോസ്റ്റൽ റൂമിൻ്റെ വാതികൾ വരച്ചു വെക്കാൻ വരെ വിക്രം മടിച്ചില്ല. ഒരു നിമിഷം ഭൂമാദേവി അഥവാ ഭൂമി ദേവിയായി മാറുന്ന കാഴ്ച സിനിമയിൽ കാണാൻ സാധിക്കും. അല്ല, ആ സാഹചര്യത്തിലേക്ക് വിക്രം അവളെ കൊണ്ട് എത്തിച്ചു എന്ന് പറയുന്നതായിരിക്കും ഉചിതം. ജ്വലിക്കുന്ന കണ്ണുമായി വീറോടും വാശിയോടും അവൾ തന്നെ പരിഹസിച്ചവരുടെ മുന്നിൽ വന്നു നിൽക്കുന്നു. കാണുന്ന പ്രേക്ഷകരെ കൈയടിപ്പിക്കാൻ തോന്നിക്കുന്ന രീതിയിലുള്ള രശ്മികയുടെ പ്രകടനം കൂടിയാകുമ്പോൾ ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ ചെറുതൊന്നുമല്ല. സ്നേഹബന്ധങ്ങൾ പലപ്പോഴും നല്ലതാണെങ്കിലും പങ്കാളിയുടെ അവകാശം പിടിച്ചു വെക്കാൻ തക്ക ബന്ധങ്ങൾ തുടരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ദി ഗേൾഫ്രണ്ട് എന്ന ചിത്രം പറഞ്ഞു വെക്കുന്നു.